Watch India's largest kids library only on Jio Hotstar. Download the app now. ഓയ് ഗസീഡറാം, ഇതാ കണ്ടോ എന്റെ പുതിയ കണ്ടുപിടുത്തം. ഈ കണ്ണുകൊണ്ട് ഒരു മനുഷ്യനെ ഷൂട്ട് ചെയ്താൽ ആ മനുഷ്യൻ പവർഫുൾ ആയി മാറും. എന്ന് വെച്ചാല് ഒരു മനുഷ്യന്റെ സ്വപ്നത്തിൽ പോലും കയറിപ്പറ്റാൻ ഇതിന് കഴിയും. എന്നിട്ട് അവന്റെ സ്വപ്നത്തിൽ കയറി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതെ, നീ വിചാരിച്ചത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പൊളിച്ചെടുത്തല്ല, ഡോക്ടർ അടിപൊളി മെഷീൻ ആണല്ലോ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡോക്ടർ ജട്ക, വെരി ഗുഡ്. ഇപ്പതാ മോട്ടുവിന്റെ സ്വപ്നത്തിൽ കയറിപ്പറ്റാൻ പോവാ. എന്നിട്ട് മോട്ടുവിന്റെ ഒരു പണി കൊടുക്കാൻ പോവാ. മോട്ടുവിനെ കൊണ്ട് പത്തിലവനെ അടുപ്പിക്കാൻ പോവാ. കണ്ടോ കളി? ബോസ് ബോസ്, പത്ലു മോട്ടുവിനെ എന്തിനു തല്ലണം? മോട്ടുവിന്റെ സ്വപ്നത്തിൽ ഞാൻ കയറിപ്പറ്റി പത്തിലവൻ അടിക്കാൻ പോവാ. ഈ ജോൺ എന്ത് വിചാരിച്ചാലും വന്ന് നടത്തിയിരിക്കും. സംഭവം എന്താണെന്ന് അറിയാതെ പത്തിലു അന്താളിച്ചു നിൽക്കും. അവരെ സംബന്ധിച്ച് ഇതൊരു സ്വപ്നം മാത്രമായിരിക്കും. ചെല ഈ ഗണ്ണ് കൊണ്ട് നിങ്ങൾ എത്രയും വേഗം ചെല്ലേ. ശ്രദ്ധിച്ചു വേണേ, ഞാനും ഒന്ന് റെഡിയാകട്ടെ. അവന്റെ സ്വപ്നത്തിൽ കയറി പറ്റാനുള്ളതല്ലേ. ഞാൻ മോട്ടുവിന്റെ മേലെ പതിപ്പിച്ചു. വെരി ഗുഡ്. ഇപ്പൊ ഞാൻ അവന്റെ സ്വപ്നത്തിൽ കയറി പറ്റാൻ പോവാ. എന്നാ ശരി, ബൈ ബൈ. ഹലോ ബോട്ട്, എന്തൊക്കെയുണ്ട്? സുഖമാണ് ബോട്ട്. ഇപ്പൊ ഞാൻ തന്നെ തല്ലാൻ പോവാ. തല്ലുമ്പോ ഞാനെന്താ വെറുതെ നോക്കി നിൽക്കുന്നു? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാനെന്താ അവനെ തിരിച്ച് തല്ലാത്തത്? ബോട്ടു, നിനക്കൊരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നിന്റെ സ്വപ്നത്തിലാണ് ഉള്ളത്. ബോട്ടു, ഇതാ നോക്ക്, അവിടെ ഒരു ജെല്ലിക്കെട്ട് കാള നിൽക്കുന്നു. കാള വേറെ അറിയൂ? വേണ്ട വേണ്ട, ദൂരെ പോയിക്കോ. ജോണിന്റെ ആജ്ഞ ഞാൻ അനുസരിച്ചേ പറ്റൂ. ഐ ആം സോറി, ഡോണ്ട് മൈൻഡ്. ഓടിക്കോ. വേണ്ട. വേണ്ട. മോട്ടു, എന്താ പറ്റിയേ? ബോട്ടു, നിന്റെ ഫ്രണ്ട് 10 എഴുതിട്ടില്ലേ? ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ബൈ ബൈ. ജോണിന്റെ അടുത്ത ആക്ഷൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം. കാണാതിരിക്കല്ലേ. ബൈ ബൈ. ജോൺ ദി ഡോൺ. മോട്ടു, എന്താ പറ്റിയേ? സ്വപ്നം കണ്ടോ നീ? അതെ, ഭയങ്കര പേടിപ്പിക്കുന്ന സ്വപ്നം. ശരി മോട്ടു, കിടന്നുറങ്ങ്. അത് സ്വപ്നമായിരുന്നില്ലേ? ഓക്കെ, എന്നാ ശരി. വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും മോട്ടുവിനെ എങ്ങനെയാണ് ഒരു കാളെ ഓടിച്ചതെന്ന്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് സമോസ കൊണ്ടുള്ള എന്റെ ഒരു പുതിയ കളിയാണ്. രക്ഷിക്കണേ എന്റെ ജോണേ, പ്ലീസ് ഇതിനെ എന്നെ പുറകിൽ നിന്ന് മാറ്റി തരൂ. മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ സമൂസ കഴിക്കാതെ. ഇതിപ്പോ എന്നെ ഇടിച്ചു കൊല്ലും. കാണുന്നില്ലേ പത്തലു? ഓഹോ, അപ്പൊ നിനക്ക് കാളെ ഇഷ്ടമായിരുന്നില്ല അല്ലേ? ഇപ്പൊ കാണിച്ചുതരാം. ഇനി പട്ടികളോട് അവൻ കളി. ടിപ്പു, കൈസർ, ടോമി, ജാക്കി. ഇതിന് പകരം കാട്ടുപോത്ത് തന്നെ മതിയായിരുന്നു. ഇനിയും ഇതുപോലെ പല കളികളും നമുക്ക് കളിക്കാറുണ്ട്. ഇപ്പൊ എന്റെ 4 ഡോഗീസും കൂടി നിന്നെ കടിച്ചൊരു ലെവലാക്കും. ഇനി ഒരു പക്ഷേ നീ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ എന്റെ അനാക്കൊണ്ടയെ പുറത്തെടുക്കും. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ എന്താ നടക്കുന്നതെന്ന് കാണണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം. അതൊരു സസ്പെൻസ് ആയിക്കോട്ടെ. എല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അടുത്ത എപ്പിസോഡ് കാണുക. അടുത്ത എപ്പിസോഡിൽ അനോക്കോണ്ട വരും. ബൈ ബൈ.
ഈ സ്വപ്നം TV സീരിയലിലെ എപ്പിസോഡ് പോലെയാണ് വരുന്നത്. എവിടെ നിന്നാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് വീണ്ടും തുടങ്ങുന്നു. എനിക്ക് സ്വപ്നം കാണണ്ട, ഞാൻ ഇനി ഉറങ്ങാൻ പോകുന്നില്ല. എന്റെ മോട്ടു ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? എന്റെ പത്തലു സ്വപ്നം എവിടെ അവസാനിക്കുന്നു അവിടെ നിന്നാ വീണ്ടും തുടങ്ങുന്നത്. ഇപ്രാവശ്യം ജോൺ എന്നെ പട്ടികളെ കൊണ്ട് കടുപ്പിക്കാൻ വിട്ടിരിക്കുകയാണ്. എന്റെ മോട്ടു നീ ഇത്രയൊന്നും ആലോചിക്കണ്ട. ഇത് സ്വപ്നമായിരുന്നില്ലേ? കിടന്നുറങ്ങ്. ഇങ്ങനെ കിടന്ന് പേടിക്കണ്ട. വെൽക്കം ബാക്ക് ടു ഷോ. സ്വപ്നങ്ങളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ഡോഗീസിനെയാണ് കണ്ടത്. ഈ എപ്പിസോഡിൽ തീർച്ചയായും വനവക്കൊണ്ട വരുന്നതായിരിക്കും. രക്ഷിക്കണേ. എന്റെ പത്തിലും ഇപ്പൊ അതിലും വലിയ പ്രശ്നമാ. രണ്ടാമത്തെ എപ്പിസോഡിൽ അവസാനിച്ച് ആ രംഗം വീണ്ടും തുടങ്ങുമ്പോ അവിടെ പുതിയൊരു സാധനവും വന്നു. അനക്കോണ്ട് എന്നെ കഴിക്കാൻ വന്നിരിക്കുന്നു. എനിക്കിനി ഉറങ്ങണ്ടായേ. ഞാനിനി ഒരിക്കലും ഉറങ്ങില്ല. ഇല്ലെങ്കിൽ അവറ്റകളൊക്കെ എന്നെ കടിച്ച് തിന്നുകളയും. എന്റെ മോട്ടു നിന്റെ ബുദ്ധിക്കകത്ത് ജോണിന്റെ പ്രേതം കേറിയെന്നാ തോന്നുന്നേ. ശരി, നമുക്ക് നാളെ രാവിലെ ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ വന്ന് കിടന്നുറങ്ങും മോട്ടു. ഇല്ല ഇല്ല, ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. ഞാൻ നേരം വെളുക്കാൻ കാത്തിരുന്നോളാം. സൂക്ഷിച്ച്. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിനക്ക് എന്താ പറ്റിയത്? ഉറക്കത്തിൽ സ്വപ്നം വരുന്നു. ആ സ്വപ്നത്തിൽ ജോൺ വന്ന് എന്നെ ടോർച്ചർ ചെയ്യുന്നു. എന്താ ചെയ്യാ? ആ സ്വപ്നത്തിലേക്ക് പോകുന്ന മെഷീൻ എവിടെയാ വെച്ചത്? അത് ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഡോക്ടർ ജഡ്ക, എന്ത് മെഷീൻ? നമ്മൾ സ്വപ്നത്തിൽ എന്ത് വിചാരിക്കുന്നോ അത് നടക്കും. അങ്ങനെയുള്ള ആ മെഷീൻ ആ ജോൺ അടിച്ചോണ്ട് പോയേക്കുന്നേ. ഓ, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ മെഷീൻ ആരോ അടിച്ചോണ്ട് പോയി. അതെ, ഇതെന്തുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞില്ല? ഞാൻ 2 ദിവസമായിട്ട് പ്രശ്നത്തിലായിരുന്നില്ലേ? ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യം ഇങ്ങോട്ട് വരുമായിരുന്നില്ലേ? പൊളിച്ചെടുത്തല്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഐഡിയ. ഡോക്ടർ ജഡ്ക, മോട്ടുവിന്റെ സ്വപ്നത്തിലേക്ക് എനിക്കും പോവാൻ പറ്റുമോ? എനിക്ക് മോട്ടുവിന്റെ സ്വപ്നത്തിലേക്ക് പോവാൻ പറ്റിയ ആ ജോണിനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. പിന്നെ അവൻ മോട്ടുവിന്റെ സ്വപ്നത്തിൽ മാത്രമല്ല, നമ്മുടെ ആരുടെ സ്വപ്നങ്ങളിലും ഒരിക്കലും വരാൻ പോകുന്നില്ല. ശരിയാ പത്തിലു, അതിനൊക്കെ വഴിയുണ്ട്. എന്റെ അടുത്ത് അതുപോലെ ഒരു മെഷീൻ ഉണ്ട്. സ്വപ്നത്തിലേക്ക് പോവാൻ വേണ്ടിട്ടോ? പത്തലു, നീ ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്രാവശ്യം അനക്കോണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ മോട്ടു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ അവിടെ എത്തിക്കോളാം. ശരിക്കും എത്തിക്കോളാന്നേ. നിനക്ക് വേണ്ടി ഞാൻ ഇതിന്റെ പവർ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. നീ സ്വപ്നത്തിൽ എന്ത് വിചാരിച്ചാലും അതുപോലെ നടക്കും ചങ്കെ. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. ഐഡിയ. ഇനിയല്ലേ രസം. ബാക്ക് ടു ഷോ. നിങ്ങൾ ഇതുവരെ കണ്ടത് മോട്ടുവിനെ അനക്കോണ്ട വിഴുങ്ങാൻ ട്രൈ ചെയ്യുന്നതാണ്. ഒരു വശത്ത് മോട്ടുവിനെ പട്ടികൾ വേട്ടയാടാൻ തുടങ്ങുന്നു. മോട്ടു ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് നോക്കിക്കാണാം. മോട്ടു ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ എല്ലാം നമുക്ക് കാണാം. തീർച്ചയായും ഈ എപ്പിസോഡ് കാണുക. വേഗം വരൂ. ഇവിടെ 10 വരാൻ സാധിക്കില്ല മോട്ടു. ഇവിടെ ഞാൻ ആരെയാണ് വിളിക്കുന്നത്? അവരെ വരത്തുള്ളൂ. എല്ലാം ഈ ഡോണിന്റെ ഇച്ഛ പോലെ നടക്കും. 10 ഇവരെ ഞാൻ വിളിച്ചില്ലല്ലോ. നീ അവിടെ വെയിറ്റ് ചെയ്യേ. നിനക്കുള്ള ഭക്ഷണം ഇപ്പൊ തന്നേക്കാം. സുഹൃത്തുക്കളെ, ആദ്യം ഈ ജോണിനെ കടിക്ക്. ഇവനാണ് നിങ്ങളെ ജോലി ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് കഴിക്കാനൊന്നും തരുന്നില്ലല്ലോ. രക്ഷിക്കണേ, എന്നെ കടിക്കല്ലേ. എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ.
ആ ഡോഗീസ് എന്നെ കടിച്ചൊരു ലെവലാക്കി. ആരെങ്കിലും ഡോക്ടറെ ഒന്ന് വിളിക്ക്. അതെ ഡോക്ടറല്ല, ഇപ്പൊ അനക്കോണ്ടയാണ് വന്നിരിക്കുന്നത്. ഓക്കെ അനാക്കോണ്ട, വേഗം ഇവനെ പിടിച്ച് തിന്ന്. നിനക്ക് നല്ല വിശപ്പുണ്ടല്ലേ? എന്നെ രക്ഷിക്കണേ, 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 എന്നെ രക്ഷിക്കണേ. നമ്പർ 1 നമ്പർ 2 എന്നെ രക്ഷിക്കണം. ഒന്ന് വേഗം വേണം. എന്നെ പറയുന്നത് കേൾക്കൂ, ഒന്ന് എഴുന്നേറ്റാട്ടെ. ബോസ്, നിങ്ങൾ ആ മോട്ടുവിനെ സ്വപ്നത്തിൽ ഉപദ്രവിക്കാൻ പോയതല്ലേ? പക്ഷെ ഇത് വിപരീതമാണല്ലോ വന്നിരിക്കുന്നത്. ഇവിടുന്ന് വേഗം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവന്മാർ എന്നെ കൊല്ലൂടാ. ഞാൻ ചെയ്തതല്ല എനിക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ പിടിച്ച് ആ അനക്കോണ്ടയുടെ വായക്കകത്ത് തിരികും. കോണ്ട 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 അനക്കോണ്ട. അതെ ജോണെ, തിരിച്ചു വരണേ. സ്വപ്നത്തിൽ കാണുന്ന സീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത എപ്പിസോഡിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ. Watch India's largest kids library only on Geo Hotstar. Download the app now.